ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാട്ടോ. എൻ്റെ രാവിലെ എങ്ങനെയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രാവശ്യത്തെയും പോലും വ്യത്യസ്തമായിരിക്കും, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് മൂഡ് പോലെ ആയിരിക്കും. അതായത് രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കും. അതേപോലെ ശരിയായില്ലെങ്കിൽ മോള് എഴുന്നേറ്റും കരഞ്ഞൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നേരം വൈകിട്ടോ എഴുന്നേൽക്കുക. ഇന്ന് ഞാനൊരു 6 മണി 6:15 ആകുമ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു. നേരെ കോലായിലേക്ക് പോയിട്ട് എന്താ പറയുക, നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാനുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ഈ പൂച്ചയൊക്കെ കയറി കിടക്കും. അപ്പോൾ അതിൻ്റെ രോമവും കാര്യങ്ങളൊക്കെ കൊലായിലുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകാണ്ട് വേഗം അടിച്ചു വാരിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദിവസം അടിച്ചു വാരി തുടയ്ക്കാറുണ്ട് കൊലായി കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നരാടം വിട്ടിട്ടാണ്, അതായത് ഒരു ദിവസം വിട്ടിട്ടാണ് നമ്മൾ അകവും ഹോളൊക്കെ ക്ലീൻ ആക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെയിലി വീട് അടിച്ചു വാരി തുടയ്ക്കാറുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് മോളെ മാനേജ് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പം കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം അത് അടിച്ചു വാരി തുടയ്ക്കും. അത് അടിച്ചു വാരിയില്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഇത് ഉണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ പരിപാടി തീർത്തതിന് ശേഷം അടുക്കളയിലേക്ക് പോകാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ നേരം വൈകിട്ടായിട്ട് എഴുന്നേൽക്കാറുള്ളത് 7 മണി 7:15 ആവാറുണ്ട്. അധികവും ദിവസവും അങ്ങനെ തന്നെ എഴുന്നേൽക്കാറുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഉറക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ നേരെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും, എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എനിക്ക് ചായ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ കുറയ്ക്കും കേട്ടോ എന്തായിട്ടും. അപ്പോൾ അത് നമുക്ക് പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ അഴിച്ചു വരി തുടച്ച് വരുമ്പോഴത്തേക്ക് അമ്മ പുറത്ത് ചോറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം പുറത്ത് വെച്ചിട്ടാട്ടോ ചോറ് വെക്കുന്നത്. കാരണം നമുക്ക് വിറകൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഗ്യാസും ലാഭിക്കാം, ഇൻഡക്ഷനാണെങ്കിൽ കറണ്ട് ലാഭിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ബെല്ല രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവൾക്ക് രാവിലെ തന്നെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഒരാളെ അവിടെ ഇരുത്തൂല കേട്ടോ. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടിച്ചാളും. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ എന്താ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ. അപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എനർജി എവിടുന്നാണ് വരുന്നത് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അത് നമ്മളൊരു മൈൻഡിൻ്റെ ഒരു പ്രശ്നമായിരിക്കും കേട്ടോ. ചായ കുടിച്ചാൽ എനർജി ആവുമെന്ന് ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ സെറ്റാക്കി വെച്ചതിനെ കൊണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കിന്ന് വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിന് എന്തോ ഒരു കറിയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ ഒരു വീഡിയോ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എന്തായിട്ടും എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്തോ ഒരു ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളയപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ സാധിച്ചത്. ഏട്ടൻ എൻ്റെ കൂടെ തന്നെ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. ഏട്ടൻ നേരത്തെ പോകേണ്ടൊരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പോവുക കേട്ടോ. ഏട്ടൻ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാൾ നമുക്കിങ്ങനെ എടുത്തു തരുമ്പോൾ കുറച്ചൊരു നമുക്കൊരു ഇതാണല്ലോ. എന്തായാലും ഏട്ടൻ പോയി. അതപ്പോൾ ഞാൻ വേഗം നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരിടാൻ വിചാരിച്ചു. ഇപ്പോൾ കാറ്റുകാലം അതിനെക്കൂടെ നല്ല രീതിയിൽ എന്താ പറയുക ചണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ദിവസം മാക്സിമം അടിച്ച് ഇടാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമുക്ക് ആൾ താമസിക്കാത്ത വീട് പോലെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മുറ്റവും ഇടവഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്ത് ഒരു റോസാപ്പൂ വീഴുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങിയ റോസാ ചെടി കേട്ടോ. അത് നമുക്ക് ഒരുപാട് പൂക്കൾ തന്നു. ഇപ്പോഴും അതിൽ പൂവ് ഇങ്ങനെ തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. നന്ദൂട്ടിയും ചാരുട്ടിയും എഴുന്നേറ്റില്ല, അവർ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കബോർഡ് ഒന്ന് ക്ലീൻ ആക്കിയിടാം. ഇത് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്ന ഒരു പ്രഹസനം കേട്ടോ. ഇത് എപ്പോഴും ഞാൻ നല്ല രീതിയിലൊക്കെ മടക്കി വെക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് ചില ഡ്രസ്സ് തിരഞ്ഞാൽ കാണില്ല. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് വലിക്കുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും കേട്ടോ. കാരണം നമ്മളെ കബോർഡിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നന്ദുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് ഗുഗ്ഗേളായിട്ട് എഴുന്നേറ്റു അല്ലേ? ഗുഗ്ഗേളല്ലേ? ഗുഗ്ഗേളാന്ന് പറ അല്ലേ? ഗുഗ്ഗേളല്ലേ? അപ്പം ഞങ്ങൾ പോയിട്ട് മുഖമൊക്കെ കഴുകട്ടെ കേട്ടോ. നന്ദുട്ടി ദീദി എഴുന്നേറ്റില്ലല്ലോ. നന്ദുട്ടി മാറ്റണം. നന്ദുട്ടി രാവിലെ നേരത്തെ എഴുന്നേക്കും. ഇന്ന് കുറച്ച് നേരം വൈകിയതാണ്. അപ്പം ഞാൻ നന്ദുട്ടിക്ക് ഫേസൊക്കെ ഒന്ന് കഴുകി കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ
ഫേസൊക്കെ ഒന്ന് കഴുകി കൊടുക്കും. ഞങ്ങൾക്ക് പല്ലില്ലാത്തതിനെ കൊണ്ട് പല്ല് തേക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പം ഓക്കെ, അവളെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മടക്കി വെക്കുമ്പോഴേട്ടോ നന്ദൂട്ടി എഴുന്നേറ്റത്. ഞാൻ ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പം ഞാൻ വേഗം അവളുടെ ഫേസൊക്കെ ഒന്ന് തുടച്ച് എന്താ പറയുക, കഴുകി കൊടുക്കുക കേട്ടോ. ദിവസം രാവിലെ ചെയ്യാറുണ്ട്. പിന്നെ അവൾക്ക് ഒന്ന് ഫീഡ് ചെയ്ത് പിന്നെ അവൾ കുറച്ച് നേരം കളിക്കും കേട്ടോ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ ഫീഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മെല്ലെയാണ് കൊടുക്കാറുള്ളൂ, ഒരു 10 മണിയൊക്കെ ആവും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം കളിക്കുക കേട്ടോ. ഇപ്പം അവൾ നന്നായിട്ട് മുട്ടിട്ട് കഴിയും കേട്ടോ. എവിടെയും വെച്ചാൽ നന്നായിട്ട് മുട്ടിട്ട് കഴിയും. ഓരോരുത്തർ പിടിച്ച് നിൽക്കും, പിടിച്ച് കീറുമൊക്കെ ചെയ്യും കേട്ടോ. ഇത് കുറച്ചേ മുന്നേ ഉള്ളൊരു വീഡിയോനെ കൊണ്ട് അവൾ ഇതാ മുട്ടിട്ട് കഴിയാൻ ശ്രമിക്കുക കേട്ടോ. മുട്ട് കുത്തുന്നുണ്ട്, പക്ഷേ അവിടെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴായാലും എന്താ പറയുക, പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര പേടി. എല്ലാം ശ്രദ്ധിച്ചിട്ടൊക്കെ അവൾ പിടിച്ച് നിൽക്കാറുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുട്ടിട്ട് എഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാവിനെ കൊണ്ട് ഇപ്പോൾ അവളുടെ മെയിനായിട്ടുള്ളൊരു കളിയാണ് നാവ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. അതെന്തായിട്ടും അങ്ങനെ മാറുന്നില്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ആരെങ്കിലും കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്താ ചെയ്യേണ്ടതല്ല, ഇനി മേ ബി അവരുടെ ഒരു മൈൽ സ്റ്റോൺ ആണോ എനിക്കറിയില്ല. അവരെ ഈ ഒരു വളരുന്ന പ്രായത്തിൽ അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണെന്ന് എനിക്കറിയില്ല. ചാരുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇവക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പറയുന്നവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അതാ ചാരുട്ടി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടോ. നന്ദൂട്ടി ഇതാ അവിടെ ഇരുന്ന് ഇങ്ങനെ മുട്ടിട്ട് എഴിയാനുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം ഞാനതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യും. അധികവശാലും ഞാനിങ്ങനെ നിലത്ത് കിടത്തിയിടും കേട്ടോ. അങ്ങനെ പായ കിടത്തിയിട്ടുണ്ടെങ്കിൽ പായ അങ്ങനെ കടിച്ച് വായിലിടും. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ കിടത്തിയിടാറുള്ളത്. അത് കഴിഞ്ഞപ്പോൾ നന്ദൂട്ടി ജസ്റ്റ് ഒന്ന് ഉറങ്ങി. ഉറങ്ങിയിട്ടില്ല, അവളിങ്ങനെ താഴെ തന്നെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് വർത്തമാനം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചാരുട്ടി പോയിട്ട് ചാരുട്ടി സ്കൂളിലേക്ക് പോയി. പിന്നെ അവൾക്ക് വേഗം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ കഞ്ഞി കേട്ടോ കൊടുക്കാറുള്ളത്. അവളൊരു കഞ്ഞിക്കുട്ടിയാണ്. അവൾക്ക് 4 നേരം കഞ്ഞി കിട്ടിയാൽ അത്രയും സന്തോഷം. വേറെ ഒന്നും അവൾ കഴിക്കില്ല. കഞ്ഞിയാണ് അവളുടെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞി കൊടുത്താൽ കഞ്ഞി കംപ്ലീറ്റ് കുടിക്കും കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ അവളെ ഉറക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പറ്റി കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാം കേട്ടോ. ഇനിയിപ്പോൾ നന്ദൂട്ടി ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ കുളിക്കൊന്നുമില്ല, ഇനി കുറച്ച് ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം ഞാൻ കുളിപ്പിക്കാറുള്ളൂ. അപ്പോഴത്തേ എനിക്ക് കുറച്ച് പണികളോടെ ഉണ്ട്, അതുകൂടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തീർക്കും. എന്നിട്ട് അവൾ എഴുന്നേറ്റാൽ അവളെ കുളിപ്പിക്കും കേട്ടോ. ഇനി അവളെ ഉറക്കട്ടെ. സത്യം പറഞ്ഞാൽ അവൾ ഉറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആട്ടോ. ആ ടൈം ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് 4 കൈയും 4 കാലും ഒക്കെ ആയിരിക്കും. ഞാൻ വേഗം വന്നിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അലക്കാൻ ഇട്ടു. പിന്നെ ഇന്ന് നമുക്ക് പാലക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചീര കേട്ടോ പാലക്ക്. ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് പരിപ്പിൻ്റെ കൂടെ വെച്ച് കറി വെക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വേഗം കറി വെക്കണം. അതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഏകദേശം രാവിലത്തെ റൊട്ടീൻസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കമൻറ്റ്സ് എന്തൊക്കെ വീഡിയോസാണ് ഞാൻ ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അത് കറി വെക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ചാച്ചാ ബൈ.